നമസ്കാരം. കോവിഡ് ബാധയെ തുടർന്ന് 4 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. ആലപ്പുഴ കാർത്തികപ്പള്ളി കിഴക്കേപ്പുറത്ത് KM കുരുവിളയാണ് കോവിഡ് ബാധിച്ചതിന് പിന്നാലെ മരിച്ചത്. 79 വയസ്സായിരുന്നു. 4 ദിവസം മുൻപ് പനി ബാധിച്ചാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ കോവിഡ് വാർഡിലേക്ക് മാറ്റി. മരിക്കുന്ന സമയത്ത് കോവിഡ് നെഗറ്റീവായിരുന്നുവെന്ന് ആശുപത്രി അധികൃതരും ജില്ലാ മെഡിക്കൽ ഓഫീസ് അധികൃതരും പറഞ്ഞു. ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. തിരുനക്കരയിലെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. സംസ്കാരം പിന്നീട് നടക്കും. അതേസമയം സംസ്ഥാനത്തിന് ആശ്വാസമായി പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നു. രാജ്യത്ത് ഏറ്റവും അധികം കേസുകളുള്ളത് കേരളത്തിലാണെങ്കിലും വ്യാപനം കുറയുന്നുവെന്ന സൂചനയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച പുതിയതായി സ്ഥിരീകരിച്ചത് 32 കേസുകൾ മാത്രമാണ്. 232 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. സംസ്ഥാനത്തെ ആകെ ആക്റ്റീവ് കേസുകൾ നിലവിൽ 3096 ആണ്. അതേസമയം അയൽ സംസ്ഥാനമായ കർണാടകയിൽ പുതിയ 92 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 34 പേർക്ക് കോവിഡ് വകഭേദമായ JN1 സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 3 മരണവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ 4 പേർക്ക് JN1 വകഭേദം സ്ഥിരീകരിച്ചതായി സർക്കാർ സ്ഥിരീകരിച്ചു. ഇപ്പോൾ വന്നത് നവംബറിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ്. 4 പേരും രോഗമുക്തരായെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യത്താകെ 4170 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ബൂസ്റ്റർ ഡോസ് ആവശ്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി.